ഡിഗ്രി ഇല്ലേ? ഇനി ടെൻഷൻ വേണ്ട. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായിട്ട് വീട്ടിലിരുന്നു കൊണ്ടോ ജോലി ചെയ്തുകൊണ്ടോ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ BA, BCom, BBA, BSW എന്നീ ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നുവിന്റെ പുതിയൊരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം ജാനുവരി 2025 ബാച്ചിലോട്ടുള്ള സ്റ്റുഡൻസിനെ റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, ആർക്കാണ് ഈ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. റീ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് എക്സാം ഫീ അടയ്ക്കുന്നത് പോലെയോ രജിസ്ട്രേഷൻ ചെയ്യുന്ന പോലെയുള്ള ഒരു പ്രൊസീജിയർ അല്ല. നിങ്ങൾ ഓൾറെഡി ഒരു ഇഗ്നു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങളാണ് ഈ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അതായത് ഇപ്പോ ഇയർ വൈസ് ആയിട്ട് ജോയിൻ ചെയ്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, സെമസ്റ്റർ വൈസ് ആയിട്ട് കോഴ്സ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് ഇയറിലോട്ട് കടക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് സെമസ്റ്ററിലോട്ട് നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴാണ് ഈ റീ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, നിങ്ങൾ ഓൾറെഡി ഒരു ഇഗ്നു സ്റ്റുഡന്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. നിലവിൽ യൂണിവേഴ്സിറ്റി സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ജാനുവരി 15 വരെയാണ് ഈ റീ രജിസ്ട്രേഷന്റെ ടൈം എന്ന് പറയുന്നത്. അത് എക്സ്റ്റെൻഡ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഒരു കൺഫർമേഷൻ പറയാൻ പറ്റില്ല. നിലവിൽ ജാനുവരി 15 വരെയാണ് നമുക്ക് ഈ റീ രജിസ്ട്രേഷന്റെ ടൈം വന്നിരിക്കുന്നത്. അപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് സെമസ്റ്റർ വൈസ് ആയിട്ടും ഇയർ വൈസ് ആയിട്ടും ജോയിൻ ചെയ്തവരുണ്ടായിരിക്കാം. സെമസ്റ്റർ വൈസ് ആയിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ഇപ്പൊ ഒരു ജൂലൈയിലാണ് അഡ്മിഷൻ എടുത്തെങ്കിൽ അവർ ഓൾറെഡി ഫസ്റ്റ് സെമ്മിന്റെ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അവരുടെ സെക്കൻഡ് സെമ്മിന്റെ പേയ്മെന്റ് അടയ്ക്കേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് ജാനുവരി ആണ്. അതുപോലെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസ്, അതായത് ഇപ്പോൾ കഴിഞ്ഞ 2024 ഡിസംബർ ജാനുവരി ബാച്ചിലെ സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ അവരുടെ 1 ഇയർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി സെക്കൻഡ് ഇയറിലോട്ട് ജോയിൻ ചെയ്യാണ്. അപ്പൊ അവരും ഒക്കെയാണ് ഈ ഒരു പറയുന്ന ഈ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടവര്. അതുപോലെ തന്നെ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കുറച്ച് ഗ്യാപ്പ് വന്നു, അല്ലെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ മറന്നുപോയവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്കും ഈ റീ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പൊ ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവുന്നു ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡിപ്ലോമ കോഴ്സ് 1 ഇയറിന്റെ ഡിപ്ലോമ കോഴ്സ് അല്ലെങ്കിൽ 6 മന്ത്സിന്റെ സർട്ടിഫിക്കേഷൻ കോഴ്സുകളൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കും. അവർക്ക് ഈ റീ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഓൾറെഡി പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കും അവർ കോഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഒരു ഇയർ വൈസ് എക്സാം അല്ലെങ്കിൽ സെമസ്റ്റർ വൈസ് എക്സാം ഒക്കെ ചെയ്യുന്നവരാണ്, അതായത് BCom, MCom, MBA, BBA പോലുള്ള കോഴ്സുകൾ. അപ്പൊ അവരൊക്കെ സെമസ്റ്റർ വൈസ് ആണെങ്കിൽ സെമസ്റ്റർ നിങ്ങൾ ഏത് സെമസ്റ്ററിലാണോ ഫീസ് അടയ്ക്കേണ്ടത് എന്ന് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ ടൈം ആണോ ഇതെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെന്റ് ചെയ്യാം. അതുപോലെ ഒരുപാട് സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും, പേയ്മെന്റ് എങ്ങനെയാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് അതായത് ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ ചെയ്ത പേയ്മെന്റിന്റെ അതേ പ്രൊസീജിയർ തന്നെയാണ് പേയ്മെന്റിന്റെ കാര്യങ്ങളും പേയ്മെന്റും വരുന്നത് അങ്ങനെ തന്നെയാണ്. ചെറിയ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുന്നേ ഉള്ളൂ, ഒരു 200 റുപ്പീസിന് കൂടുതലോ കുറവോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. പേയ്മെന്റ് നിങ്ങൾ മുൻപ് ചെയ്ത സെയിം പ്രൊസീജിയറും സെയിം മെത്തേഡും തന്നെയാണ് ഈ ഒരു റീ രജിസ്ട്രേഷനും ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ആരും മറക്കരുത്, ജാനുവരി 15 വരെയാണ് ഇതുവരെ നമുക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടൈം. ആരും ലാസ്റ്റ് മൊമെന്റിലേക്ക് നിൽക്കരുത്. കാരണം എല്ലാവർക്കും അറിയാം സൈറ്റ് ബ്ലോക്ക് ആവും, അല്ലെങ്കിൽ നെറ്റിന്റെ എന്തെങ്കിലും ഇഷ്യൂ, അങ്ങനെ പല ഇഷ്യൂസും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരാൻ വേണ്ടി ലാസ്റ്റത്തേക്ക് ആരും വെയിറ്റ് ചെയ്യരുത്. പറ്റാവുന്നതും മുൻകൂട്ടി പേയ്മെന്റ് അറേഞ്ച് ചെയ്ത് മുൻകൂട്ടി തന്നെ നിങ്ങൾ റീ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ സ്വന്തമായിട്ട് റീ രജിസ്ട്രേഷൻ ചെയ്യുന്നവരുണ്ടായിരിക്കാം, അക്ഷയ ത്രൂ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം. അപ്പൊ അവര് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മിസ്റ്റേക്കുകൾ കഴിവതും ഒഴിവാക്കുക. മിസ്റ്റേക്കുകൾ വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ് അത് വീണ്ടും ചേഞ്ച് ചെയ്യാനൊക്കെ. അപ്പൊ മിസ്റ്റേക്കുകൾ ഇല്ലാണ്ട് വളരെ കൃത്യമായിട്ട് പറയുന്ന ഡേറ്റിനെ പേയ്മെന്റും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ വളരെ നീറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ റീ രജിസ്ട്രേഷനെ കുറിച്ച് ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. എനിവേ, താങ്ക് യു.